നിങ്ങൾക്ക് ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നിങ്ങളൊരു പാവക്കുട്ടിക്ക് കൈക്കുട്ടിക്ക് കുഞ്ഞു തുണി കഷ്ണമൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഉടുപ്പ് തുന്നിയ കഥ? ഞാനും അങ്ങനെ തുന്നിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ മോളുടെ പാവക്കുട്ടിയാണ്. ആ പാവക്കുട്ടി ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഇതിനൊരു പട്ടുപാവാട തുന്നലാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. ഇന്ന് ഗുരുവായൂർ ഒരു പ്രോഗ്രാം ഉണ്ട്. വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ പോകണം. അപ്പോൾ ഈ കുട്ടീനെയും കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഈ കുട്ടിക്കാണെങ്കിൽ പാറുക്കുട്ടിയുടെ ചെറിയ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാറുണ്ട്. ഇപ്പം ഇന്ന് അത് പറ്റില്ല അത്ര. ഇന്ന് പട്ടുപാവാട തന്നെ പറ്റുള്ളൂ. അപ്പോൾ അവൾ തന്നെ തപ്പിയെടുത്ത ഒരു തുണിയാണിത്. ഇത് ഞാൻ കട്ട് പീസ് നമ്മൾ ബാലൻസ് ഉള്ളത് വെക്കുമല്ലോ, ഇവർക്ക് പാവാട തുന്നിയിട്ടുള്ള ബാക്കിയുള്ള ഒരു കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ എങ്ങനെയാണോ പട്ടുപാവാട തുന്നണേ അതേ സെയിം പ്രൊസീജിയറാണ്. പാവക്കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും കുറയ്ക്കണില്ല കേട്ടോ, ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നന്നായിട്ട് പ്ലീറ്റ് പിടിച്ച് അത് വൃത്തിയായിട്ട് അയൺ ചെയ്ത് എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടാണ് സ്കേർട്ട് തുന്നണത്. ടോപ്പ് തുന്നണതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, ഇതും തുന്നുന്നത് കാണിച്ചിട്ടില്ല. നമുക്കിങ്ങനെ ഒരു കുഞ്ഞൊരു ഫൺ വീഡിയോ എന്നുള്ള രീതിക്കാണ് ഞാനിത് ചെയ്യണത്. ചെയ്തു വന്നപ്പോൾ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നിറച്ച് പ്ലീറ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പട്ടുപാവാടയാണ് ഇപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വീനക്കായിട്ടുള്ള ഒരു ടോപ്പ് കൊടുത്തു. ബാക്കിൽ വെൽക്രോ വെച്ചിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആ കണ്ടോ, ഇതിപ്പോൾ ജീവനുള്ള കുട്ടി എങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കുടുംബക്കാരെ അടക്കം വിളിക്കുമായിരുന്നു ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്തതിന്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അവളുടെ കൺമഷി ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അരികിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുഖത്ത് ഓൾറെഡി അവളുടെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ഞാൻ ഒരു തുണി നനച്ചിട്ട് മാച്ച് കൊടുക്കാം കേട്ടോ. എന്തൊരു അലങ്കോലമാണ് ഇതിൻ്റെ മുഖം. ഞാൻ ഒന്ന് തോർത്ത് വെച്ച് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല വൃത്തിയായിരിക്കണം. ഇനിയിപ്പോൾ എൻ്റെ കലാപരിപാടിയാണ്. പാറുക്കുട്ടിയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാനൊരു പുരിക വരച്ച് കൊടുക്കുന്നുണ്ട്, കണ്ണ് പൊട്ട് കുത്തുന്നുണ്ട്. നമുക്ക് കവിളത്തൊരു കുത്തും കൂടെ കുത്താം കേട്ടോ. ഒത്തിരി ക്യൂട്ടായിട്ട് കണ്ണ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി ഈ മൊട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ കൺമഷി ആയതുകൊണ്ട് കേട്ടോ ഞാൻ കുട്ടികൾക്ക് ഇടുന്ന പോലെ തന്നെ പൗഡർ ഇട്ടത് സെറ്റ് ചെയ്തത്. കണ്ണിൽ മൂക്കിലൊക്കെ പൗഡർ പോയി. ശരിക്കുള്ള കുട്ടിയാണെങ്കിൽ എന്താവും അവസ്ഥ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ മൊട്ടത്തല മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ടവല് പോലെ ഞാൻ തുന്നിയിട്ട് ബാക്കിൽ മുടി പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഫെവിക്വിക്ക് തപ്പിയെടുത്തു. പക്ഷേ അതിൻ്റെ ആത്മാവടക്കം പോയിരിക്കണം. ഞാൻ എത്ര ഞെക്കി പിഴിഞ്ഞിട്ട് അതിനൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സ്കാർഫ് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പാറുക്കുട്ടിയും പറഞ്ഞാൽ അമ്മ ഈ കാറ്റടിക്കാതിരിക്കുമല്ലോ ചെവിയിലൊക്കെ ഇത്. പക്ഷേ ഈ ഒരു ലുക്കിന് ഈ ഒരു സ്കാർഫ് അത്ര മാച്ചില്ല. എന്നാലും പോട്ടെ നോക്കിയിട്ട് ഇങ്ങനെ കിട്ടി. അങ്ങനെയാകുമ്പോൾ ആ കഴുത്തിലുള്ള വൈറ്റ് പോർഷൻ കാണുന്നില്ലല്ലോ. നല്ല സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുത്തപ്പോഴാണ് പാറുക്കുട്ടി പറഞ്ഞത് ഇതിനെന്തോ ഒരു കുറവുണ്ടല്ലോ, ഒരു മാലയാവാമെന്ന്. അങ്ങനെ അവളുടെ തന്നെ ഒരു മാല, അത് ഇച്ചിരി പൊട്ടിയൊരു മാലയാണ്, എന്നാലും അതെടുത്ത് ഓടി വന്നു കേട്ടോ. അപ്പോൾ ആ മാല ഇട്ട് കൊടുത്തിട്ട് ഈ അമ്മാളുകുട്ടീനെ ഒരുക്കിയിട്ടുണ്ട്. ഈ അമ്മാളുകുട്ടീന്നാണ് ഇതിന് ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ ഇതിന് സൂപ്പറാക്കാന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൈലാഞ്ചി ഇതൊന്നും വരുന്നില്ല. എന്തായാലും ഈ പാവക്കുട്ടിക്ക് ഉടുപ്പ് തുന്നണ കളി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.